നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയുകയാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങൾ ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്നു ഏതാണ്? ഗുരുവായൂരാണ്. ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഗുരുവായൂരാണ്. ജില്ല ഏതാണ്? ജില്ല തൃശ്ശൂർ ജില്ലയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തുന്ന ക്ഷേത്രവും ഏതന്നെയാണ്? ഗുരുവായൂർ തന്നെയാണ്. അതുപോലെ തന്നെ ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്നു ഏതാണ്? ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്നത് ഏത് ക്ഷേത്രമാണ്? ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്നത് ഏത് ക്ഷേത്രമാണ്? വടക്കുംനാഥ ക്ഷേത്രം. ജില്ല ഏതാണ്? തൃശ്ശൂരാണ്. വടക്കുംനാഥ ക്ഷേത്രം ജില്ല തൃശ്ശൂര്. അതുപോലെ തൃശ്ശൂർ പൂരവുമായിട്ടൊക്കെ ബന്ധമുള്ള ക്ഷേത്രമാണിത്. വടക്കുംനാഥ ക്ഷേത്രം. തൃശ്ശൂർ പൂരം നടക്കുന്ന മൈതാനം ഏതാണ്? തേക്കിൻകാട് മൈതാനം. തൃശ്ശൂർ പൂരം നടക്കുന്ന മൈതാനം ആൻസർ തേക്കിൻകാട് മൈതാനം. അതുപോലെ തന്നെ സ്വരാജ് റൗണ്ട് എവിടെയാണ്? സ്വരാജ് റൗണ്ട് തൃശ്ശൂരിലാണ് കേട്ടോ. അതുപോലെ ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്നു ഏത് ക്ഷേത്രമാണ്? പനച്ചിക്കാട് ഭഗവതി ക്ഷേത്രം. ജില്ല കോട്ടയമാണ്. ദക്ഷിണ വാരണാസി എന്നറിയപ്പെടുന്നു ക്ഷേത്രം ഏതാണ്? ദക്ഷിണ വാരണാസി എന്നറിയപ്പെടുന്നത് കൊട്ടിയൂർ ക്ഷേത്രമാണ്. കൊട്ടിയൂർ ക്ഷേത്രം കണ്ണൂർ ജില്ലയിലാണ്. ഈ അടുത്ത സമയത്താണ് അവിടെ ഉത്സവമൊക്കെ നടന്നത് കേട്ടോ. 5-6 ദിവസമൊക്കെ ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു, ഫേസ്ബുക്കിലൊക്കെ ഉണ്ടായിരുന്നു. കൊട്ടിയൂർ എന്ന് പറയുമ്പോൾ ദക്ഷിണ വാരണാസി എന്നറിയപ്പെടുന്നതാണ് കൊട്ടിയൂർ ക്ഷേത്രമാണ്. അതുപോലെ പറയുകയാണ്, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ദക്ഷിണ കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്നു ഏതാണ്? ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. ദക്ഷിണ കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്നത് എന്താണ്? ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. ജില്ല ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്നു ഏത് ക്ഷേത്രമാണ്? അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. ഓർത്തുവെച്ചോളുക. ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. ജില്ല ഏതാണ്? ജില്ല ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ജില്ലയാണ്. അതുപോലെ തന്നെ ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത് ഏത് ക്ഷേത്രമാണ്? ദക്ഷിണ കുംഭമേള എവിടെയാണ്? ശബരിമല മകരവിളക്ക്. ജില്ല ഏതാണ്? പത്തനംതിട്ട ജില്ലയാണ്. അതുപോലെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നു. ശബരിമല ഏതാണ്? ആറ്റുകാലാണ്. ആറ്റുകാൽ. ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ലയാണ്. അതുപോലെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ആഘോഷം ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ആറ്റുകാൽ പൊങ്കാലയാണ്. അതുപോലെ തന്നെ സീസണിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തുന്ന ക്ഷേത്രം ഏതാണ്? ഏതാണ്? ശബരിമലയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെലിമെഡിസിൻ ആരംഭിച്ച ക്ഷേത്രം ഏതാണ്? എവിടെയാണ്? ശബരിമലയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെലിമെഡിസിൻ ആരംഭിച്ചത് എവിടെയാണ്? ശബരിമലയിലാണ്. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെലിമെഡിസിൻ ആരംഭിച്ചു, ആൻസർ ശബരിമല. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് നട തുറക്കുന്ന ക്ഷേത്രം ഏതാണെന്ന് അറിയാമോ? ഇന്ത്യയിൽ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം ഏതാണ്? തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. രാത്രിയിലെ 2:30 നട തുറക്കും. 2:30 AM നട തുറക്കും. നമ്മുടെ നാട്ടിലൊക്കെ പറയുകയാണെങ്കിൽ അർദ്ധരാത്രി എന്നൊക്കെ പറയും. രാത്രി 2:30. ഈ രാത്രി 2:30 സമയത്താണ് തിരുവാർപ്പ് ക്ഷേത്രത്തിൽ നട തുറക്കുന്നത് കേട്ടോ. ഇന്ത്യയിൽ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രമാണ് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോട്ടയം ജില്ലയിലാണ്. അതുപോലെ ദക്ഷിണ നളന്ദ എന്നറിയപ്പെടുന്നു കാന്തള്ളൂർ ശാല. അതെവിടെയാണ്? തിരുവനന്തപുരം. ദക്ഷിണ നളന്ദ എന്നറിയപ്പെടുന്നു കാന്തള്ളൂർ ശാല. ജില്ല ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സർവകലാശാലയായിട്ട് മാറുകയാണിത്. നളന്ദ സർവകലാശാല. എവിടെയാണ്?
ബീഹാറിലാണ്. എവിടെയാണ്? ബീഹാറിലാണ്. അതുപോലെ തന്നെ നമ്മൾ കേരളത്തിലെ ക്ഷേത്രങ്ങളെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വേറെ കേരള ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടുത്തിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. തൽക്കാലം നിർത്തുവാണ്. വീഡിയോ കാണുന്നവരെന്തുക തുടർച്ചയായിട്ട് കാണുക കേട്ടോ. എങ്കിൽ മാത്രമേ ഇത് കാണുന്നവർക്ക് എന്തെങ്കിലും എന്തുണ്ടാവൂ, ബെനിഫിറ്റ്സ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ. തുടർച്ചയായിട്ട് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ട് ബാക്കിയാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തുടർച്ചയായിട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നതിന് സഹായകമാകും.